72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാക്കി കയ്പമംഗലത്തെ നാട്ടുകാർ. ഗ്രാമസഭയിൽ പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തിയ പ്രതിഷേധക്കാർക്ക് മുൻപിൽ അധികൃതർക്ക് വിശദീകരണം നൽകേണ്ടി വന്നു. തികച്ചും നാടകീയ രംഗങ്ങളാണ് ഗ്രാമസഭയിൽ ഉണ്ടായത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ഗ്രാമസഭയാണ് കുടിവെള്ള ക്ഷാമത്തെ തുടർന്ന് പ്രതിഷേധ വേദിയായത്. ചളിങ്ങാട് താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തി പ്രതിഷേധിച്ചത്. ഗ്രാമസഭ നടന്ന മദ്രസ ഹാളിന് മുമ്പിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കിയതോടെ യോഗം ഏറെ നേരം തടസ്സപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട നിലപാടിൽ ഉറച്ചുനിന്നു. പ്രദേശത്ത് പുതിയ കുടിവെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായും നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുതിയ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി 12 ദിവസം വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ അന്ന് നമ്മളെ അറിയിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ 29 അല്ല 29 അല്ല 27 മാസം, ശരിക്കും പറഞ്ഞാൽ 73 ദിവസമായി ഈ പറയുന്ന താഴ്വാരം, അതോടൊപ്പം തന്നെ LBS ഉന്നതി, IHDP ഉന്നതി, പുഴയോരം ഈ ഭാഗത്തേക്കൊന്നും ഇത്ര നാളായിട്ടും വെള്ളം എത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ കുറേ പല സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിരുന്നു. ജില്ലാ കലക്ടർ പരാതി കൊടുത്തിരുന്നു, പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് അവർ പല സ്ഥലത്തും കുഴിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. ഇത്ര നാളായിട്ടും ഈ കഴിഞ്ഞ ആൾക്കാരെല്ലാവരും വെള്ളം കഷ്ടപ്പെടണം. ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്മായിൽക്ക് അവിടെ ഉണ്ടാവും. ഇസ്മായിൽക്കാണ് കുറച്ചെങ്കിലും നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തിക്കണം. ശരിക്കും പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. അതിന് ഈ പറഞ്ഞ ഈ ഗ്രാമസഭയിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ നീ പറഞ്ഞ നമ്മുടെ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇവിടെ തീരുമാനം ഉണ്ടാവണം. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെന്നും 72 ദിവസമായി കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതായും അവർ പറഞ്ഞു. തുടർന്ന് മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചു വരുത്തി. പൈപ്പ് ലൈനിലെ തടസ്സം കണ്ടെത്തി പരിഹരിച്ചതായും ഒരാഴ്ചയ്ക്കകം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്ഥിരമായി കുടിവെള്ള വിതരണം പുനരാരംഭിക്കുന്നതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറി വഴി കുടിവെള്ളം എത്തിച്ചു നൽകാനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അറിയിച്ചു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുടിവെള്ള വിതരണം എത്രയും വേഗം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, കയ്പമംഗലം.